ഏവർക്കും നമസ്കാരം. വിസ്റ്റം ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് SSC മാത്സിൻ്റെ ഒരു ട്രിക്സാണ്. ചോദ്യം ഞാൻ വായിക്കാം. ഇഫ് എ 10-digit നമ്പർ 75462A97B6 is divisible by 72, then the value of root of 8A minus 4B എന്ന് കണ്ടുപിടിക്കുക. നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. നമ്പർ എന്ന് എഴുതാം. എന്താണ് നമ്പർ? 75462A97B6. അപ്പം നമ്മൾ ഡിവിസിബിൾ ബൈ 72 ആണ്. 72 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അപ്പോൾ ഒരു സംഖ്യയെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 9 കൊണ്ടും 8 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. ആ സംഖ്യ എന്തായിരിക്കണം? 9ൻ്റെ ഡിവിസിബിളും ആയിരിക്കണം, 8ൻ്റെ ഡിവിസിബിളും ആയിരിക്കണം. ഒരു സംഖ്യയെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ സംഖ്യ ഏതിൻ്റെയൊക്കെ ഡിവിസിബിലിറ്റി റൂൾ പാലിക്കണം? 9 എന്ന സംഖ്യയുടെയും 8 എന്ന സംഖ്യയുടെയും ഡിവിസിബിലിറ്റി റൂൾ പാലിക്കണം. 8ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത് എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ്. എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് ഏതാണ്? 7B6. അപ്പോൾ നമുക്കിവിടെ നമ്പർ എഴുതാം 7B6. അതിന് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ 7 കഴിഞ്ഞൊരു നമ്പർ വരണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ എത്ര എടുക്കാം? 9 എടുക്കാം. 9 8 എത്രയാണ്? 72 8 8 8 64 വരുമ്പോൾ ദൂരം ഒരുപാട് കിടക്കുന്നു അല്ലേ? 6 കൂടുതൽ ദൂരം കിടക്കുന്നു. അതുകൊണ്ട് നമ്മൾ 9 8 72 എടുത്തു അല്ലേ? ഈ സിസ്റ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് 6 എന്തായാലും ഡൗൺ ചെയ്യണമല്ലോ. 6 ഡൗൺ ചെയ്തു. 6 ഡൗൺ ചെയ്യുമ്പോൾ 8 കൊണ്ട് 8ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന ചെറിയ നമ്പർ ഏതാണ്? അപ്പോൾ ഇവിടെ 1 വരണം. ഇവിടെ 1 വരണമെങ്കിൽ ബി എന്തായിരിക്കണം? ബി 3 ആയിരിക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ ആൻസർ കിട്ടി. എന്താണ്? ബി = 3 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ടെക്നിക്ക് മനസ്സിലായല്ലോ? ബി = 3 എന്നൊരു വാല്യൂ നമുക്കിവിടെ കിട്ടി. എന്താണ്? ഡിവിസ് ചെയ്ത് നമ്മൾ അനുമാനത്തിലെത്തി. ഇനി എന്താണ്? 9 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്തായിരിക്കണം? ടോട്ടൽ നമ്പർ ഡിജിറ്റ് സം എന്തായിരിക്കണം? 9ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഡിജിറ്റ് സം കണ്ടുപിടിക്കാം. എന്താണ്? 7 + 5 + 4 + 6 + 2 + A + 9 + 7 + ബി എത്രയാണ്? ബി നമ്മളിവിടെ കണ്ടുപിടിച്ചു 3 ആണെന്ന്. അപ്പോൾ നമുക്ക് 3 എഴുതാം. 3 + 6. അപ്പം 7 5 12, 12 10 22 2 24, 24 9 33 7 40, 49 49 + A അല്ലേ? 49 കഴിഞ്ഞാൽ 9ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്ന എത്രയാണ്? 54. അപ്പോൾ എത്ര കിട്ടും? 54 എന്ന് കിട്ടും. അപ്പോൾ എ എത്രയാണ്? 54 - 49. എ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം A = 5 എന്ന് എഴുതി. അപ്പോൾ എയും കണ്ടുപിടിച്ചു, നമ്മൾ ബിയും കണ്ടുപിടിച്ചു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? റൂട്ട് ഓഫ് 8A - 4B. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 8 × A എത്രയാണ്? 8 5 40 -4 × 3 12. അപ്പോൾ എത്ര കിട്ടി? റൂട്ട് 28 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ദിസ് ഈസ് ദ ഫൈനൽ ആൻഡ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.